Good morning students. My name is Bashir. ഈ ഒരു കൊറോണ കാലത്ത് ഈ ഒരു മീഡിയം വഴി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ടീച്ചറായിരിക്കും ചിലപ്പോൾ ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെയും പരിചയമില്ല, നിങ്ങൾക്ക് എന്നെയും പരിചയമില്ല. എനിവേ നമുക്ക് മറ്റൊരു മെത്തേഡ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫോളോ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഓഡിയോ സഹിതം നിങ്ങളെ മുന്നിൽ വരുന്നത്. നിങ്ങളെക്കുറിച്ച് ഞാനിവിടെ അന്വേഷിച്ചു. കാരണം ഞാൻ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റാ സ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യും. ടീച്ചേഴ്സിനൊക്കെ വളരെ നല്ല ഒരു അഭിപ്രായം നിങ്ങളെക്കുറിച്ചുള്ളത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. കാരണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ക്ഷമയുള്ളവരും അതുപോലെ നല്ല ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. ആത്മാർത്ഥത എന്നുള്ളത് അതുപോലെ ഹാർഡ് വർക്കിംഗ് എന്നുള്ളത് നമുക്ക് അത്യാവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. എനിവേ ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഓഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എനിവേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ സിലബസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. അതിൻ്റെ അകത്ത് ഡാറ്റാ സ്ട്രക്ചേഴ്സ് യൂസിങ് സി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. നമ്മൾ 3rd സെമസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു പേപ്പർ. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ബേസിക്കലി സി തന്നെയാണ്. സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് നമ്മളതിനെ ഉപയോഗപ്പെടുത്തുന്നു. അല്ലെങ്കിൽ സിയിൽ ഉപയോഗിച്ച് അതേ സ്കിൽസ് അതേ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നമുക്ക് 40 പ്രോഗ്രാംസ് 40 ലാബ് സൈക്കിൾ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ആ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നത് സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യാനുള്ള സ്കില്ലാണ്, ലോജിക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞവർക്ക് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ, ഈസി. ഇതിൻ്റെ അകത്ത് നമുക്ക് പെർ വീക്കിൽ നമുക്ക് 7 ഹവേഴ്സാണ് ഉണ്ടാവുക. 3 തിയറി ഹവേഴ്സും 4 പ്രാക്ടിക്കൽ ഹവേഴ്സും. ടോട്ടൽ 100 മാർക്സാണ് ഈ ഒരു പേപ്പറിനുള്ളത്. അതിൽ 20 മാർക്സ് ഇൻറ്റേർണലും 80 മാർക്സ് എക്സ്റ്റേണലാണ്. അതായത് നിങ്ങൾ എഴുതിയെടുക്കുന്ന തിയറി എക്സാമിന് എഴുതുന്നത് 80 മാർക്സിനായിരിക്കും. ഇനി ഈ ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് objective of this paper is to identify or understand different types of data structures and to make up awareness of various types of data structures. Then ഇനി ഈ പർട്ടിക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പേപ്പർ നമുക്ക് പഠിക്കാൻ വേണ്ട ആവശ്യമുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ദ നോളേജ് ഓർ സ്കിൽസ് യു ആർ ഡെവലപ്ഡ് ഇൻ യുവർ 2nd സെമസ്റ്റർ, ദാറ്റ് ഈസ് ദ സ്കിൽസ് ഇൻ സി ലാംഗ്വേജ്. സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള സ്കില്ലാണ് ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. സീൻ്റെ അകത്ത് നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് A to Z ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ് നമ്മുടെ 3rd സെമ്മിലെ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 5 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻട്രഡക്ഷൻ ആയിരിക്കും. 2nd യൂണിറ്റ് എന്ന് പറയുന്നത് അറേനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. 3rd യൂണിറ്റിൽ നമ്മൾ ട്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നു. 3rd യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാക്ക് ക്യൂ എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നു. 4th യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ ട്രീ എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നു. 5th യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നു. ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏകദേശം ഒരു 5th യൂണിറ്റിൽ 4th യൂണിറ്റിൽ എങ്ങാനും സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ് പോയിൻ്റർ കോൺസെപ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് പോയിൻ്റേഴ്സ്. അപ്പോൾ സാധാരണ ചോദിക്കാറുള്ള വൈവക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പോയിൻ്റർ, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് പോയിൻ്റർ, വാട്ട് ആർ ദ advantages of using pointer, what are the disadvantages of using pointers. These types of question may ask during your viva voice. നമ്മുടെ വൈവ ടൈമിൽ നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്.
അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നിങ്ങൾ സീൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയും കോൺസെപ്റ്റ് ആ പ്രോഗ്രാമിങ്ങിൽ സി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ച പോയിൻ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്രീ ടൈമിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾ എന്ത് പഠിക്കണം? പ്രോഗ്രാമിംഗ് സ്കിൽ സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മളെ ലാബ് സൈക്കിളിൻ്റെ അകത്തുള്ള 40 ക്വസ്റ്റ്യൻസ് അത് 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ടുള്ളത് എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മറ്റു ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. എങ്കിലേ നമുക്ക് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന പേപ്പർ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്കത് പഠിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി ഓഫ്ലൈൻ എന്നാണ് വരുന്നത്, അതുവരെ നമ്മൾ ഇതുപോലുള്ള ഓൺലൈൻ ഓഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നതായിരിക്കും. നിങ്ങളത് ക്ഷമാപൂർവ്വം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകൾ നിങ്ങളൊന്നെങ്കിൽ വാട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മീഡിയം വെച്ചിട്ട് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ അതിനുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ, നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, then what are the different types of data structure, that means categories of data structures, then applications of data structure, then string. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് പഠിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. വി ജസ്റ്റ് understand in this unit what are the different types of data structure. Then unit 2, 3, 4 and 5 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നമ്മൾ ഇവിടെ ജസ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് 2nd, 3rd, 4th, 5th. ഓക്കെ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയും സാധാരണ വൈവ ചോദിക്കുന്ന, പ്രാക്ടിക്കൽ എക്സാമിന് ഉണ്ടാകുന്ന വൈവയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് or arranging data in our computer memory so that it can use efficiently. This is the definition of data structure. Once again, I repeat, data structure is a particular way of organizing or arranging data in our computer memory so that it can use efficiently. നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് എഫിഷ്യൻ്റായിട്ട് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡാറ്റനെ എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ കീപ്പ് ചെയ്യാം, അതിനെ എത്രത്തോളം ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിന് ആ പർട്ടിക്കുലർ അൽഗോരിതത്തിന്, ആ ഒരു ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതത്തിന് എഫിഷ്യൻസി ഉണ്ട്, അത് ഫാസ്റ്റാണ് എന്നുള്ളതാണ് നമ്മളതോട് പറയുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ പറയും. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡാറ്റനെ ഓർഗനൈസ് ചെയ്യുന്ന, അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മളെന്ത് പറയുക? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുക. സാധാരണ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റനെ അറേഞ്ച് ചെയ്യുക. ഒരു ഫോൾഡറിൻ്റെ അകത്ത് മറ്റൊരു ഫോൾഡർ, ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഫയൽ കീപ്പ് ചെയ്യും. അതൊരു ഹൈറാർക്കിക്കൽ മെത്തേഡാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ അറിയുന്നതും നമുക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പഠിക്കുന്നത്. സോ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ഓർഗനൈസിങ് ഓർ അറേഞ്ചിങ് ഡാറ്റ ഇൻ അവർ കമ്പ്യൂട്ടർ മെമ്മറി സോ ദാറ്റ് വി ക്യാൻ യൂസ് ഇറ്റ് എഫിഷ്യൻ്റ്ലി. നമുക്കതിനെ റിട്രീവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫസ്റ്റ് യൂണിറ്റിൽ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയുന്നതായിരിക്കും. സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻഡ് വിത്ത് നൾ ക്യാരക്ടർ എന്നാണ് നമ്മൾ സ്ട്രിങ്ങിനെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ എൻഡ് ചെയ്യുന്നത് ഒരു നൾ ക്യാരക്ടർ വെച്ചിട്ടാണ്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് സ്ട്രിങ്, ആപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രിങ്, വാട്ട് ആർ ദ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് റിലേറ്റഡ് വിത്ത് സ്ട്രിങ്
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട പോർഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇത്രയും ഞാൻ ചെയ്തത് വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ വീഡിയോ ഉള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഓക്കെ, താങ്ക്സ്.